മാന്യമഹാജനങ്ങളെ, LDFന് വോട്ട് ചോദിച്ച് സമസ്ത മുഖപത്രം പരസ്യം പ്രസിദ്ധീകരിച്ചാൽ എന്ത് സംഭവിക്കും? ബിസിനസിന്റെ ഭാഗമല്ലേ പരസ്യം എന്ന് നേതാക്കൾ പറഞ്ഞാലും അണികൾ അത് സമ്മതിക്കുമോ? പരസ്യം പ്രസിദ്ധീകരിച്ചതിന് മലപ്പുറം തിരൂരങ്ങാടിയിലാണ് സുപ്രഭാതം പത്രം കത്തിച്ചത്. പരസ്യം തെരഞ്ഞെടുക്കുന്നതിലും വേണ്ടേ നിലപാടും പ്രത്യയശാസ്ത്രവും എന്നാണ് പ്രതിഷേധിക്കുന്നവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. മുഖപത്രം സമസ്തയുടേത്, മുഖചിത്രം മുഖ്യമന്ത്രിയുടേത്. പോരെ പുകിൽ വിഷയം കത്താനും പത്രം കത്തിക്കാനും. അങ്ങനെ സുപ്രഭാതം, പ്രതിഷേധാർഹം സുപ്രഭാതം മുസ്ലിം ലീഗിന്റെ ശക്തനായ നേതാവ് LDFന്റെ തെരഞ്ഞെടുപ്പ് പരസ്യം എങ്ങനെ മുഖ്യമന്ത്രിയുടെ ചിത്രത്തോടുകൂടി സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ വന്നു? പരസ്യമല്ലേ പരസ്യം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, പരസ്യം ഓരോ പത്രത്തിലും വരും. അത് പത്രത്തിൻ്റെ നിലപാടോ അല്ലെങ്കിൽ സംഘടനയുടെ നിലപാടോ ഒന്നുമില്ലല്ലോ. അതിനേക്കാൾ കൂടുതൽ ഇടതില്ലെങ്കിൽ ഇന്ത്യക്ക് രക്ഷയില്ല. പശ്ചിമഘട്ടത്തിനപ്പുറം എവിടെയാണ് ഇടത്? അങ്ങനെ ഒരു പരസ്യം കൊടുക്കുമ്പോൾ നമ്മൾക്ക് കുറച്ച് ഔചിത്യം വേണ്ടേ? കച്ചവടത്തിന്റെ കാര്യമൊക്കെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് പറയാം. എന്നാൽ സമസ്തയ്ക്കും ലീഗിനും വേണ്ടി ജീവിതം മാറ്റിവെച്ചവരുടെ കാര്യം വേറെയാണ്. തിരൂരങ്ങാടി കൊടിഞ്ഞിയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകൻ കോമ്മുക്കുട്ടി ഹാജിയാണ് പത്രം കത്തിച്ചത്. ഞാൻ ഇങ്ങോട്ട് ആ പേപ്പർ ഞാൻ കത്തിക്കാനും മുന്നേ തന്നെ ഞാൻ വായനശാല പോയി. കൊടിഞ്ഞിൽ കുറച്ചങ്ങാടി വായനശാല ഉണ്ട്, എല്ലാ പേപ്പറും അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ പോയി കാണാൻ നോക്കിയപ്പോൾ സുപ്രഭാതത്തിലല്ലാതെ ഒരു പേപ്പറിനും ഈ പരസ്യമില്ല. അപ്പോൾ എനിക്കിങ്ങനെ ദേഷ്യം പിടിച്ചു. കാരണം നമ്മൾ സമസ്തക്ക് വേണ്ടിയിട്ട് എല്ലാം അനുഭവിക്കണ്, എല്ലാം ചെയ്യണ്. ഇതിൽ തങ്ങന്മാരും മുത്തുകോതങ്ങളെയും സാധിക്കലങ്ങളൊക്കെ ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷേ പെട്ടെന്നൊരു പ്രഷർ കാരണത്താൽ ഈ പേപ്പർ വേണ്ട എന്നാണ്ട് കത്തിച്ചു. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണമെന്ന് സമസ്തയിലെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടെന്ന പ്രചാരണത്തിനിടയിലാണ് പത്രം കത്തിക്കൽ. കത്തിച്ചയാൾ ഭാരവാഹിയല്ല എന്നാണ് ലീഗിന്റെ വിശദീകരണം. പത്രം കത്തിച്ച നടപടി കാടത്തമെന്ന് ലീഗിനെ പ്രതിരോധത്തിലാക്കുകയാണ് പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ. ഹീനപ്രവർത്തികൾ ചെയ്യുന്നവരെ കരുതിയിരിക്കണമെന്ന പ്രതികരണവുമായി സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗവും രംഗത്തെത്തി. ചന്ദ്രികയിൽ നേരത്തെ വന്ന മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി സമസ്താണികൾ സോഷ്യൽ മീഡിയയിൽ പ്രതിരോധം തീർക്കുന്നുണ്ട്. LDFും സമസ്തയിലെ ലീഗ് വിരുദ്ധരും കിട്ടിയ അവസരം മുതലാക്കാനുള്ള ശ്രമത്തിലുമാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിൽ എത്തി നിൽക്കുമ്പോഴുള്ള പത്രം കത്തിക്കൽ വിവാദം സമസ്ത വോട്ടുകളെ സ്വാധീനിക്കുമെന്നുറപ്പാണ്. സമസ്ത വോട്ടുകൾ ഇടത്തോട്ട് ചായുമോ അതോ ലീഗിന്റെ പെട്ടിയിൽ തന്നെ വീഴുമോ? കാത്തിരുന്ന് കാണാം. തിരൂരിൽ നിന്നും സമീർ ബിൻ കരീം, 24. അപ്പോൾ സമസ്തയുടെ വോട്ട് കൂടിയാണ് ഇവിടെ ഈ പത്രം കത്തിച്ച വിവാദത്തിനിടയിൽ ചർച്ചയാകുന്നത്. അത് എവിടെയൊക്കെ പോകും, എങ്ങോട്ടൊക്കെ പോകുമെന്ന ആശങ്ക അല്ലെങ്കിൽ സംശയം, അത്തരം ചോദ്യങ്ങളൊക്കെ ഉയർത്താൻ ഈ വിവാദം കാരണമാകുമോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. എന്തായാലും പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ സ്പ്ലിറ്റ് ആണല്ലോ ഒരു പ്രധാനപ്പെട്ട അതിൽ സമസ്തയും എന്താണ് സമസ്ത നേതൃത്വവും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ബന്ധമൊക്കെ കഴിഞ്ഞ കുറെ നാളുകളായി ചർച്ചയാണ്. അപ്പോൾ സ്ഥാനാർത്ഥിത്വത്തിലൊക്കെ അത് പ്രതിഫലിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം സംസ്ഥാന നേതൃത്വത്തോട് ചോദിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ അതിന് മറുപടിയൊക്കെ വന്നതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ അത് എങ്ങനെയായിരിക്കും? അപ്രതീക്ഷിതമായി മറ്റൊരു വിവാദം കൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വീണ് കിട്ടുകയാണെന്ന് മലബാറിലൊക്കെ വലിയ ചർച്ചയാകുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.